വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഒരു പോത്തിനെ കാണാതായിട്ടോ പെട്ടെന്ന്. എണ്ണൊക്കെ എല്ലാം എണ്ണം നോക്കി കഴിഞ്ഞപ്പം ഒരെണ്ണം കാണാനില്ല. പാടത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി എണ്ണം നോക്കി. അപ്പോൾ ഒരെണ്ണം കാണാനില്ല. അപ്പം തന്നെ എന്നെ ഫോൺ വിളിച്ചു. ഞാനെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷന് പോകാൻ നിൽക്കായിരുന്നു. അപ്പം ഒരെണ്ണം കാണാതാവുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരിക്കുന്നു. കാരണം അവർ നടന്ന് പുല്ലിൻ്റെ ഇടയിൽ കൂടെ നടന്ന് വേറെ സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ 5 10 ആയിട്ട് കൂട്ടം കൂടിയിട്ടേ പോവുള്ളൂ. ഒരിക്കലും ഒറ്റയ്ക്ക് ഒരെണ്ണം പോവില്ല. ഒറ്റയ്ക്ക് കാണാതായി നമുക്കറിയാം അത് അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരിക്കുന്നു. അങ്ങനെ ഈ പാടം മുഴുവൻ വലിയ പാടാണ്. നമുക്ക് എവിടെയാണെന്ന് അറിയില്ലല്ലോ. പുല്ലിൻ്റെ ഇടയിലും എല്ലായിടത്തും ഞങ്ങൾ ഒരുപാട് സമയം നോക്കി, കുറേ നോക്കി നടന്നു. അവസാനമാണ് നമ്മൾ പാടത്തിൻ്റെ അറ്റത്തായിട്ട് ഒരു പാടത്തിൻ്റെ നടുക്കൊരു റിങ്, ചെറിയൊരു കിണർ പോലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിറച്ച് പുല്ല് വന്നു നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുഴിയിൽ വീണ് കിടക്കണം ഞങ്ങൾ കണ്ടു. നമുക്ക് ചിലപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിശേഷമുള്ള ദിവസമായിരിക്കാം. പക്ഷേ ഇവർക്ക് എന്തെങ്കിലും ഒരാൾക്കായാലും അപകടം വന്നാൽ നമ്മൾ എന്തായാലും ഓടിച്ചെന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ റിങ് ഇറക്കിയ ഒരു കിണർ പോലെ പാടത്തിന് നടുക്ക്, അത് പണ്ട് ആരോ ചെയ്തു വെച്ചതാണ്. അത് പുല്ല് നിറഞ്ഞ കാരണം കണ്ടില്ല, അതങ്ങനെ വീണു. ഭാഗ്യത്തിന് ഞങ്ങൾ കണ്ടുപിടിച്ചു. റിങ്ങിൽ പുല്ലൊക്കെ നിറഞ്ഞ കാരണം അത് താന്നു പോയില്ല. പിന്നെ അത് ബുദ്ധിമുട്ടി ഇങ്ങനെ വലിച്ചെടുത്തു. ഞങ്ങൾ അറ്റത്തുനിന്ന്, ആ പാടത്തിൻ്റെ അറ്റത്തുനിന്നാണ് ഞങ്ങൾ നടന്ന് വന്ന് ഈ അറ്റത്തെത്തിയത്. അങ്ങനെ അതിന് കിട്ടി. കുഴപ്പമൊന്നും ഉണ്ടായില്ല, അപകടമൊന്നും ഉണ്ടായില്ല, കാര്യമായിട്ടൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതെന്താ ഇവരെ കൂടെ നടന്നു പോകണ ഒരു പ്രശ്നമില്ല. പിന്നെ പോത്തിനെ വളർത്താൻ കുറേ പേരിങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചു. 20 30 വെച്ചിട്ട് വാങ്ങിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ, ഫാം തുടങ്ങാമെന്നൊക്കെ കുറേ പേര് പറഞ്ഞതിൻ്റെ ബേസിൽ ഞാൻ പറയാണ്. ഇപ്പം ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ ഞാൻ അത് കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരെണ്ണം, ഇപ്പോൾ 100 ഒരെണ്ണത്തിന് അപകടം വന്നാലും നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, പുറത്ത് ഓരോ പരിപാടി ഉണ്ടായിരിക്കും, എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടായിരിക്കും. എന്നാലും നമ്മുടെ ഒരെണ്ണത്തിന് വയ്യാണ്ടായാലും അല്ലെങ്കിൽ ഇതുമാതിരി എന്തെങ്കിലും വന്നാലും നമ്മൾ ഓടിച്ചെന്നേ പറ്റുള്ളൂ. ഇപ്പോൾ എത്ര കിലോമീറ്ററുകളാണ് ഞങ്ങളന്ന് നടന്ന്, ഞാൻ ഒരു ഫംഗ്ഷന് പോകാൻ നിൽക്കുന്നത്, വിളിച്ച് പഠിക്കും ഞാൻ ഓടി പാടത്ത് ഈ അറ്റം തുടങ്ങി എത്രയോ ദൂരം എവിടെയാണെന്ന് അറിയില്ലല്ലോ, ചുറ്റി നടന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് ഈ കുഴിയിൽ വീണെടുക്കുന്നത്. അങ്ങനെ അതിനെ കയറ്റി കൊണ്ടുവന്നു. പിന്നെ അതുമാതിരി ഓരോ ബുദ്ധിമുട്ടുകൾ വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടല്ല. ആ അറ്റത്തേക്ക് നമ്മളൊരാളെ കൊണ്ടുപോകാൻ പറ്റില്ല, ആരും വന്നില്ല. ഒരാളാണ് നമ്മളൊരു ചേട്ടനെ കൊണ്ടുപോയത്. അങ്ങനെ പിന്നെ കയറ്റി കൊണ്ടുവന്നു. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 20 30 ഓരോരുത്തർ മേടിക്കണമെന്ന് പറഞ്ഞു. ആ മേടിക്കണമെന്ന് പറഞ്ഞ ഓരോരുത്തർ പറയാനുള്ളത്, ഞാനിത് കുറേ വർഷമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് 10 തുടങ്ങിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ എപ്പോഴും ഇവരെ കൂടെ, ഞാൻ ജോലിക്ക് പോകുന്ന ടൈമായിരുന്നു. അപ്പോഴായാലും ആദ്യം ഒരു 7 വർഷം മുന്നേ, അപ്പോഴായാലും ഞാൻ എപ്പോഴും ഇവരെ കൂടെ രാവിലെ വൈകിട്ടും ഇടസമയത്തും ഞായറാഴ്ച ഒക്കെ ഞാൻ ഒരു ചേച്ചിയായിരുന്നു നോക്കണ്ടായിരുന്നത്. അപ്പം ഞാൻ അവരെ കൂടെ പോകും, ഞാനും അഴിച്ചു കൊണ്ടുപോകും, അങ്ങനെ ഒപ്പം പോയിരുന്നു. അങ്ങനെ അത് വിൽക്കും, പിന്നെ വാങ്ങും. പിന്നെ വാങ്ങിയപ്പോൾ കൂടുതൽ വാങ്ങി, പിന്നെ വാങ്ങുമ്പോൾ പകുതിയേ വിൽക്കുള്ളൂ. കുറച്ച് പേര് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്, അവർ കൂടെ പിന്നെയും മേടിക്കും. പിന്നത്തെ വർഷം നമ്മൾ പിന്നെ ലോഡ് ഇറക്കിയിട്ടാണ് നമ്മൾ വർഷം എടുക്കേണ്ടായിരുന്നത്. ഇവരെ വിൽക്കണ ടൈമിൽ നമ്മൾ ലോഡ് നേരിട്ടിട്ടാണ് എടുക്കുക, പിന്നത്തെ വർഷം വിൽക്കാനുള്ളത്. അപ്പം ഇവരെ നമ്മളിങ്ങനെ അഴിച്ചിട്ട് വളർത്തുമ്പോൾ മുന്നത്തെ ഇപ്പോൾ 20 ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു 50 ലോഡ് ഇറക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇതുമാതിരി പാടത്ത് പോയി അവർ പരിചയമാവും. അപ്പോൾ നമ്മൾ കൂടുതൽ പണിക്കാർ എനിക്ക് ആവശ്യമില്ല, കൂടുതൽ പണിക്കാർ ആവശ്യമില്ല. ഓരോ സ്ഥലങ്ങളിൽ 10 പോത്തിനെ നോക്കാനൊക്കെ ഒരു പണിക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. എനിക്കിത്ര 100-ലധികം പോത്തുകളുണ്ട്, പക്ഷേ എനിക്ക് ആകെ 2 പണിക്കാരുള്ളൂ. അവരെ നടത്തി കൊണ്ടുപോകുമ്പോൾ ഫ്രണ്ടിൽ ഒരാളും ബാക്കിൽ ഒരാളും നിൽക്കാൻ, പിന്നെ പാടത്ത് ഇതേപോലെ ഒരറ്റത്തും മറ്റേ അറ്റത്തും നിൽക്കാനായിട്ട്, അങ്ങനെ 2 പേരാണ് ഉള്ളത്. ഞാനും പിന്നെ ഇടയിൽ എപ്പോഴെപ്പോഴും ഞാൻ പോവും, ഞാൻ ഫോൺ വിളിച്ച് ചോദിക്കും. പക്ഷെ പുതിയതായിട്ട് ഇപ്പോൾ ഒരു 20 30 എണ്ണം മേടിക്കുകയാണെങ്കിൽ ഒരു പണിക്കാരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം പുതിയ പോത്തുകളാകുമ്പോൾ നമ്മളടുത്ത് ഇണങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവരെ കെട്ടിടേണ്ടി വരും. ഒരു 30 നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ആ 30 രാത്രി കെട്ടണം, രാവിലെ അഴിക്കാൻ തന്നെ പണി. ഈ 10 കെട്ടഴിച്ച് 11 കെട്ടഴിക്കുമ്പോഴേക്കും ഈ 10 ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ഒരാൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല. കുറേ പേര് പറഞ്ഞു 20 വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ 30 വെച്ച് സ്റ്റാർട്ട് ചെയ്താലോ എന്നങ്ങനെ ചോദിച്ച കാരണം ഞാൻ പറയണതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. നമ്മൾ ഈ കെട്ടഴിച്ച് വരുമ്പോൾ 10 കെട്ടഴിച്ച് വരുമ്പോൾ 11 അഴിക്കുമ്പോൾ ഈ 10 കാണില്ല. ഞങ്ങൾക്ക് തുടക്കത്തിലൊക്കെ അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഫാമിൻ്റെ ഉള്ളിൽ പിന്നെ ഇപ്പോൾ കെട്ടേണ്ട ആവശ്യമില്ല, അതിനുള്ള ചുറ്റും മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്.
കെട്ടിടണവരുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ പാടത്ത് നിങ്ങൾ ഒരു 30 എണ്ണത്തിന് അഴിച്ചു വിട്ടാലും ഇതിങ്ങനെ പുതിയതായിട്ട് മേടിക്കുമ്പോൾ ഇവരിങ്ങനെ കയറി പരിചയമില്ലാത്ത സ്ഥലമാകുമ്പോൾ കയറി നടന്ന് പകുതിയാണ് വേറെ സൈഡിൽ കൂടെ പോകും, പകുതിയാണ് വേറെ സൈഡിൽ കൂടെ പോകും, അങ്ങനെയൊക്കെ പോവും. ഇത് നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഒരു 3 സ്ഥലങ്ങളിലായിട്ട് 4 സ്ഥലങ്ങളിലാക്കിയാണ് ഞങ്ങൾ നിർത്തണത്. അങ്ങനെ അവരെ സ്ഥിരമായിട്ട് അങ്ങനെ ശീലിപ്പിച്ച കാരണമാണ് ഇവരിങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കണത്. എന്നാലും ഇടയിൽ വല്ലപ്പോഴും 4-5 എണ്ണം അങ്ങനെ നടന്ന് പുല്ല് കൂടുതലുള്ളിടത്ത് ഇടയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് കാണില്ല, കുറേ നേരം കഴിഞ്ഞിട്ടേ കാണുള്ളൂ. അങ്ങനെയും വല്ലപ്പോഴും വരാറുണ്ട്. നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ കുറേ റിസ്ക്കും ഉണ്ട്. പാമ്പുകളും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. നല്ല ഉയരത്തിൽ പുല്ലും ഇടയിൽ ചില സ്ഥലങ്ങളിൽ പുല്ലുണ്ട്, ഇതുമാതിരി പോത്ത് വീണ പോലത്തെ കുഴികളുണ്ട്. പെട്ടെന്ന് എങ്ങനെ നമ്മളും കാണില്ല, പുല്ല് നിറഞ്ഞ് കിടക്കണ കുഴികളുണ്ടായിരിക്കും. അപ്പം അങ്ങനെ കുറേ അപകട സാധ്യതയുണ്ട് ഇവിടെയൊക്കെ. അധികം പണിക്കാരൊന്നും വെക്കാണ്ട് ഫസ്റ്റ് കുറച്ച് വാങ്ങിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇതേമാതിരി കൊണ്ടുപോയി പ്രാക്ടീസ് ആവണ വരെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ 10 എണ്ണം 15 എണ്ണം 20 എണ്ണം ഒക്കെ വാങ്ങിച്ചിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. ഒരു പണിക്കാരന് എന്തായാലും ഒരു 25,000 രൂപ ശമ്പളമെങ്കിലും കൊടുക്കേണ്ടി വരും, 25-20 കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് 30 പോത്തിനൊന്നും ഒറ്റയ്ക്ക് ഒരു പണിക്കാരൻ മാനേജ് ചെയ്യാൻ ആരും പണിക്കാർ വരില്ല. നമ്മളങ്ങനെ കുറേ നാളത്തെ ഒരു പരിചയം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തത്. എൻ്റെയും കഠിന പ്രയത്നം കൊണ്ടും കൂടിയാണ്. പിന്നെ തീരെ കുഞ്ഞിനെ വാങ്ങിച്ചാലും 1 വർഷം കൊണ്ട് വിൽക്കാൻ പറ്റില്ല. ഒരു മീഡിയം പോത്തിനെ അത്യാവശ്യം വില കൊടുത്ത് വാങ്ങിച്ച പോത്തിനെ മാത്രമേ നമുക്ക് 1 വർഷം കൊണ്ട് വാങ്ങിച്ച് വിൽക്കാൻ പറ്റുള്ളൂ. അത് എന്നും കൂടി മനസ്സിലാക്കുക.